CPM നേതാവായ KJ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണത്തിൽ കേസെടുത്ത് ആലുവ റൂറൽ പോലീസ്. പ്രാദേശിക കോൺഗ്രസ് നേതാവായ CK ഗോപാലകൃഷ്ണൻ, KM ഷാജഹാൻ എന്നിവരാണ് പ്രതികൾ. കോൺഗ്രസ് വലതുപക്ഷ സമൂഹ മാധ്യമങ്ങളും വ്യക്തികളുമാണ് തനിക്കും കുടുംബത്തിനുമെതിരെയുള്ള അപവാദ പ്രചരണത്തിന് പിന്നിലെന്നും നിയമപരമായി നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും KJ ഷൈൻ വ്യക്തമാക്കുന്നു. തനിക്കും കുടുംബത്തിനുമെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPM നേതാവ് KJ ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയത്. ഈ പരാതി പോലീസ് സംഘം വിശദമായി തന്നെ പരിശോധിച്ചു. തുടർന്നാണ് ആലുവ സൈബർ പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചു, മറ്റൊന്ന് പിന്തുടർന്ന് ശല്യം ചെയ്തു, കൂടാതെ IT ആക്ടിലെ സെക്ഷൻ 67, അതോടൊപ്പം തന്നെ KP ആക്ടിലെ സെക്ഷൻ 120 എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് CK ഗോപാലകൃഷ്ണൻ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ്. ഇതോടൊപ്പം തന്നെ KM ഷാജഹാനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗോപാലകൃഷ്ണൻ അപകീർത്തികരമായിട്ടുള്ളൊരു പോസ്റ്റ് ഷൈനെതിരെ FBയിൽ ഇട്ടു എന്നതാണ് കണ്ടെത്തൽ. അതോടൊപ്പം തന്നെ KM ഷാജഹാൻ അപകീർത്തികരമായിട്ടുള്ള പരാമർശം ഈ യൂട്യൂബ് ചാനൽ വഴി നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവും ഒരുമിച്ചാണ് അവർ മാധ്യമങ്ങളെ കണ്ടത്. തങ്ങളുടെ കുടുംബത്തിനെതിരെ ഫ്രെയിം ചെയ്തെടുത്ത ഒരു ആരോപണമാണ് ഇത് എന്നതാണ് ഭർത്താവ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ജീർണതയുടെ പ്രതിഫലനമാണ് ഈ കാണുന്നതെന്നും കുടുംബം പറയുന്നു. കോൺഗ്രസിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ. അങ്ങനെ നിൽക്കുന്ന സങ്കടകരമായ ഒരു അവസ്ഥ, ഒരു സ്ഥിതിവിശേഷത്തെ അല്പസമയമെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ഈ വാർത്തയൊക്കെ കുറച്ചൊരു ആൾക്കാർ കണ്ടോളും. കുറച്ച് സമയമെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറും. പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ ലൈംഗിക അരാജകത്വവും അസഭ്യവും ഇതൊക്കെ നടക്കുന്നുണ്ട്. എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച്. ഹൂ കെയേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൾ മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ മതി. പറവൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ അറിവില്ലാതെ കോൺഗ്രസ് സൈബർ വിഭാഗം ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഒരുതരം ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ആർക്കും കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. വിവിധ പ്രൊഫൈൽ ഐഡികളിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പരാതിക്കാരി അല്ലെങ്കിൽ KJ ഷൈൻ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അത് ഉണ്ടാകുമെന്ന സൂചനയും പോലീസ് സംഘം പങ്കുവയ്ക്കുന്നു. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.